ഒരു കാർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട, പരിശോധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു ലിസ്റ്റിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ചെക്ക് ചെയ്യേണ്ടതും ടയറുകളാണ്. ടയറുകളുടെ കാര്യത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടയറിന് ആവശ്യത്തിന് ഗ്രിപ്പുണ്ടോ, കട്ടയുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ ടയറിന്റെ സൈഡിലോ എവിടെയെങ്കിലും വിള്ളലുകളോ, വിടവുകളോ, ക്രാക്കുകളോ ഉണ്ടോ എന്നുള്ളത് നോക്കണം. മൂന്നാമത് ഈ ടയറിൽ എവിടെയെങ്കിലും എയർ ബബിൾസ് അല്ലെങ്കിൽ ഈ മുഴച്ചിരിക്കുന്നത് പോലെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ടയർ ഒരുപോലെയാണോ തേയ്മാനം സംഭവിക്കുന്നത്? പലപ്പോഴും കാറിന്റെ ടയർ ഒരു സൈഡ് മാത്രം കൂടുതൽ തേയും, അല്ലെങ്കിൽ ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം കൂടുതൽ തേയും. ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല മെക്കാനിക്കിനെ കാണിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടയറിൽ ആവശ്യത്തിന് എയർ പ്രഷർ ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടയറിന്റെ പഴക്കം, അതുപോലെ തന്നെ ടയറിന്റെ തേയ്മാനം കണ്ടുപിടിക്കാനായിട്ട് ഒരു ട്രെഡ് വെയർ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു ആരോ ടയറിലുണ്ട്. അത് വേറൊരു വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാറിന്റെ ലൈറ്റുകളും സിഗ്നലുകളും ഒക്കെ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഹെഡ് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുക. അതിന്റെ ലോ ബീമും ഹൈ ബീമും, നമ്മൾ നാട്ടിൽ പറയുന്നത് ഡിമ്മും ബ്രൈറ്റും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ 4 വർക്ക് ചെയ്യുന്നുണ്ടോ, ബ്രേക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റുകൾ ഇതെല്ലാം വർക്ക്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റുകൾ, നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, ചിലപ്പം രാത്രിയിലൊക്കെ പോലീസ് ചെക്കിംഗ് ഉണ്ട്, ഫൈൻ ഈടാക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ലൈറ്റുകൾ, അതുപോലെ തന്നെ വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ വിൻഷീൽഡുകൾ, ഫ്രണ്ടിലെ ഗ്ലാസ്, പിന്നിലെ ഗ്ലാസ്, അതുപോലെ തന്നെ 2 റിയർ വ്യൂ മിററുകൾ ഇതെല്ലാം അഴുക്കും ചെളിയൊന്നും ഇല്ലാതെ ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മുടെ ലൈറ്റുകളും ഒരുപാട് പൊടിയും ചെളിയൊക്കെ പിടിച്ചിരിക്കുകയാണ്, അതെല്ലാം ക്ലീൻ ചെയ്താൽ കൂടുതൽ സുരക്ഷിതവും സുഗമവുമായിട്ടുള്ള യാത്ര നമുക്ക് സാധ്യമാവും. ഇതുകൂടാതെ നിങ്ങളൊരു ദീർഘയാത്ര പോവുകയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ നിങ്ങളുടെ കാറിന്റെ ബോണറ്റ് പൊക്കിയതിന് ശേഷം എഞ്ചിൻ ഓയിൽ ലെവൽ, ഈ റേഡിയേറ്ററിലെ കൂളന്റിന്റെ ലെവൽ, അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ലെവൽ, പവർ സ്റ്റിയറിംഗ് വണ്ടിയാണെങ്കിൽ പവർ സ്റ്റിയറിംഗിന്റെ ഫ്ലൂയിഡ് ലെവൽ, അതുപോലെ തന്നെ ബെൽറ്റും ഹോസും ഒക്കെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ വളരെ നല്ലതാണ്. പിന്നെ ബോണറ്റ് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാറ്ററിയുടെ ടെർമിനലുകൾ ഇങ്ങനെ പൂപ്പൽ പിടിച്ച പോലെ വെളുത്ത പൊടി പോലെയൊക്കെ ഇരിക്കുന്നുണ്ടോ, അത് ക്ലീൻ ആണോ എന്നുള്ളത്. അത് ബാറ്ററിയുടെ ടെർമിനലുകൾ, അതായത് പോസിറ്റീവും നെഗറ്റീവും കുറ്റികൾ ക്ലീൻ ആണോ എന്ന് നോക്കണം. അത് ലൂസ് അല്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ഉണ്ട്. കുറച്ചും കൂടെ വണ്ടിയെക്കുറിച്ച് അറിയാവുന്നവർക്കാണെങ്കിൽ വാഹനത്തിന്റെ എയർ ഫിൽറ്ററുകളുണ്ട്. ആ എയർ ഫിൽറ്ററുകളും ഇടയ്ക്കിടെ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് പൊടിപടലം ഒരുപാടുള്ള സ്ഥലത്തൂടെയൊക്കെ കണ്ടിന്യൂസ് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ. അതുപോലെ തന്നെ ഫ്ലൂയിഡുകൾ, ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡുകൾ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്നിടത്ത് എഞ്ചിൻ ഓയിലോ, ബ്രേക്ക് ഫ്ലൂയിഡോ, റേഡിയേറ്ററിന്റെ കൂളന്റോ എന്തെങ്കിലും ഫ്ലൂയിഡുകൾ ലീക്ക് ചെയ്ത് കിടപ്പുണ്ടോ എന്ന് നോക്കുന്നത് വളരെ സുരക്ഷിതമാണ്. ഇനി നമുക്ക് വാഹനത്തിനകത്തേക്ക് കിടക്കാം. അകത്തേക്ക് കയറി നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റിയറിങ്ങിനോട് ഒത്തിരി ചേർത്ത്, ഡാഷ്ബോർഡിനോട് ഒത്തിരി ചേർത്തിടരുത്. നിങ്ങളുടെ കാലിനും ഡാഷ്ബോർഡിനും ഇടയ്ക്ക് മിനിമം ഒരു കൈപ്പത്തിയുടെ അകലം, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അത്യാവശ്യം വരുമ്പോൾ കാല് ക്ലച്ചും ബ്രേക്കൊക്കെ ചവിട്ടാനായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരു അകലം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിനോടും ഒത്തിരി ചേർന്നും ഒത്തിരി ദൂരെയും ഇരിക്കരുത്. നിങ്ങൾ സ്റ്റിയറിങ്ങിന്റെ മുകളിൽ നിങ്ങളുടെ കൈ തണ്ട എത്തുന്ന രീതിയിൽ, റിസ്റ്റ് എത്തുന്ന രീതിയിൽ സീറ്റിന്റെ ചാരും സീറ്റിന്റെ അകലവും അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നീട് സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ കീ ഓൺ ആക്കുക കാറിന്റെ. എന്നിട്ട് ഡാഷ്ബോർഡിലെ വാർണിംഗ് ലൈറ്റുകൾ ശ്രദ്ധിക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ വാർണിംഗ് ലൈറ്റ്സും ഓഫ് ആവണം. ഏതെങ്കിലുമൊക്കെ ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എവിടെയൊക്കെ ചെറുതോ വലുതോ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുള്ളതാണ്. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഹാൻഡ് ബ്രേക്ക് മൊത്തമായിട്ട് റിലീസ് ചെയ്യണം. അതുപോലെ തന്നെ മിക്കപ്പോഴും മറന്നുപോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വണ്ടിയിൽ ഫ്യൂവൽ, ഇന്ധന ആവശ്യത്തിനുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി അതിവേഗം ഓടിച്ച് പായുന്നതിന് മുന്നേ ഒന്ന് ചെറുതായിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് ബ്രേക്ക് എല്ലാം ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ ഹോൺ വർക്ക് ചെയ്യുന്നുണ്ടോ. ഈ കാര്യങ്ങളെല്ലാം ഒരു 1/2 കിലോമീറ്റർ എങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വണ്ടിയുടെ ശബ്ദങ്ങളും മൂവ്മെൻറ്റും ബ്രേക്കിൻ്റെ ഫങ്ഷനും എല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ടോപ്പ് സ്പീഡിലേക്ക് പോവേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, നിങ്ങളുടെ പാർക്കിംഗ് ബ്രേക്കുകൾ, അതായത് ഹാൻഡ് ബ്രേക്കുകൾ, ചിലപ്പോൾ ചില വണ്ടിയുടെയൊക്കെ ഹാൻഡ് ബ്രേക്ക് ഇട്ടാലും വണ്ടി ഉരുളും. അത് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങളുടെ ഹാൻഡ് ബ്രേക്കുകൾ എപ്പോഴും പ്രോപ്പർലി ഫങ്ഷനിങ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും നിങ്ങളുടെ വിൻഷീൽഡിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന വിൻഷീൽഡ് ഫ്ലൂയിഡ് ടാങ്കിൽ എപ്പോഴും വെള്ളം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചിലർ ഷാമ്പു ആഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലർ വേറെ ഓൺലൈനിൽ വാങ്ങിക്കാവുന്ന പ്രോഡക്റ്റുകൾ അതിൻ്റെ അകത്തിട്ട് ചെറിയൊരു ലൂബ്രിക്കേഷൻ കിട്ടേണ്ടതിനായിട്ട്. ഇത് വളരെ സഹായകരമാണ്. പ്രത്യേകിച്ച് പൊടിയും അഴുക്കും ചെളിയൊക്കെ ഉള്ള അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട് ഈ വിൻഷീൽഡ് ഫ്ലൂയിഡ് നമ്മളെ സഹായിക്കുന്നു. അവസാനമായിട്ട്, യാത്ര തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ വാഹനത്തിൽ നിയമപരമായിട്ട് ആവശ്യമുള്ള എല്ലാ ഡോക്യുമെൻസും ഉണ്ടെന്നും ആ ഡോക്യുമെൻസ് എല്ലാം ആക്റ്റീവ് ആണ്, വാലിഡ് ആണെന്നുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ്, അതുപോലെ തന്നെ പുക സർട്ടിഫിക്കറ്റ്, ടാക്സ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ലൈസൻസ്, ഇത്രയും കാര്യങ്ങൾ വാഹനത്തിൽ കോപ്പി, ഇപ്പോൾ എല്ലാം ഓൺലൈനിലുണ്ടെങ്കിലും വാഹനത്തിൽ അതിൻ്റെ ഒരു കോപ്പി, പിന്നെ ചില പുക സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലൊക്കെ വയ്ക്കുന്നത് എപ്പോഴും നമുക്ക് വലിയ മെനക്കേടില്ലാതെ ഇൻസ്പെക്ഷനൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് അവരെ കാണിച്ച് നമ്മുടെ വാഹനം എല്ലാ രീതിയിലും ഓക്കെ ആണെന്ന് ബോധ്യപ്പെടുത്തി പെട്ടെന്ന് നമ്മുടെ സമയം ലാഭിച്ച് പോകാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് നമ്മളൊരു വാഹനം ഓടിച്ച് ഒരു യാത്ര പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതുകൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഇത്രയും കാര്യങ്ങൾ വളരെ പ്രാഥമികവും വളരെ അത്യാവശ്യമായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.